ആദ്യം തന്നെ എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. കോടി ക്ലബിലോട്ട് നമ്മൾ എത്തുക എന്നുള്ള ദൗത്യം ലക്ഷ്യവുമാണ് ഇതിൽ നൽകുന്ന സന്ദേശം. കഴിഞ്ഞ 2 വർഷങ്ങൾ ലോകം മുഴുവൻ നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. എങ്കിലും ദൈവകൃപയാൽ നമുക്ക് തളരാതെ പ്രവർത്തിക്കാൻ സാധിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ എംപ്ലോയീസിനും ചെയർമാൻ മിസ്റ്റർ ജോസഫ്, MD മിസ്റ്റർ തോമസ്, മറ്റ് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, is Jilu and Minu Alex from the sales building. Essentially the sales building, Jilu and Minu Alex. Please come forward and receive the award from Minu. Without much delay, let me get into my duty of giving vote of thanks for this official program. ഞങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയാണ്. ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് എൽദോസ്, 27 വയസ്സ്, എനർജറ്റിക്. നീ ഉദ്ദേശിച്ച സ്ഥലമല്ല, ഇത് മാട്രിമോണിയൽ പ്രൊഫൈലൊന്നുമല്ല, നീ മാരീഡ് അല്ല നമ്മൾ പറയാം. ജസ്റ്റ് നിന്റെ പേര്, ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? എൻ്റെ പേര് എൽദോസ്, മാർക്കറ്റിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി അബൌട്ട് മീ, എന്നെ ശരിക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും എന്നെ അറിയാം. ബിക്കോസ് എവ്രി വൺ നോ മീ. അഗാപ്പയുടെ തൂണിലും തുരുമ്പിലും എന്തിനേറെ ഓക്കെ വിട്ടു
ലോകം കാണിച്ചാണ്. എനിക്ക് പറ്റി ചിലയിടത്ത് ചാകാനും ചിലയിടത്ത് പോകാൻ എന്താണെന്ന് പറയാറില്ല. എന്താണ് സഹിക്കുന്നത് എനിക്ക് പോകാം. പുകയുന്ന സിഗരറ്റും പീടിയും എടുക്കാൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് നിരോധിക്കുന്നവർക്ക് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. കൈയുടെ ഒന്ന് ശക്തമാക്കണോ? അഭിനയിച്ച ഭീഷ്മപർവത്തിലും അദ്ദേഹം ഒരു നല്ല വേഷം കൈകാര്യം ചെയ്യുന്നു. ഇതിന് 5-ാം പാതിരയിലെ ഒരു ഇതാണ്. അൻവർ, ഫോറൻസിക്കാരുടെ ചെക്കിങ് കഴിയുമ്പോൾ താൻ വേണമെങ്കിൽ ഒന്ന് കയറി ചെക്കിങ് നോക്കിക്കോ. തനിക്കൊരു ഫീൽഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് വിചാരിച്ചാണ് ഈ പറയണത്. നിങ്ങളെ മനോരോഗ വിദഗ്ധന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. നിങ്ങളെല്ലാം മനുഷ്യരിലും ഒരു മാടമ്പിള്ളിലെ മനോരോഗിയെ കാണണം. ഒന്ന് ഫോൺ വെച്ചിട്ട് പോടോ മനോരോഗി, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെടോ. Ni
ഇതിനെപ്പോലെ ഇങ്ങനെ പകരത്തിരിക്കാറില്ല എംഎൽഎ പോലെ നമ്മുടെ സ്ഥലം ലാവിഷായിട്ട് അരച്ച് പൊളിക്കുക. അതെ, ഡൽഹി പോയിട്ട് തന്നെ പരിപാടി. ഡൽഹി പോയിട്ട് രാഹുലിനും എന്റെ സാറേ, ഈ ചക്കയാണ് പ്രശ്നം. ലില്ലി പറയുന്നു ഇത് കറിയാച്ചന്റെ ചക്കയാണ്, മോളി പറയുന്നു ഇത് ഏലിയാച്ചന്റെ ചക്കയാണ്. അതെ, ഇയാൾ ടെസ്റ്റിംഗ് സെന്ററിൽ രക്ഷപ്പെട്ട് ഓടിയതാണ്. ഇയാളെ പിടിക്കാൻ രാവിലെ തൊട്ട് ഞങ്ങൾ നടക്കുന്നത്. നിങ്ങളെല്ലാം ഇപ്പോൾ പ്രൈമറി കോൺടാക്ട് ആയിരിക്കുകയാണ്. എല്ലാവരും ജില്ലാ ആശുപത്രിയിലേക്ക് പോയി ടെസ്റ്റ് ചെയ്യണം. കുറെ പരിപാടികളാണ് അവിടെ, ഞങ്ങളുടെ ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി. സാറങ്ങൾ പോസിറ്റീവ് ആണെങ്കിലോ? ഞങ്ങൾ പോസിറ്റീവ് ആകാൻ സാധ്യതയില്ല. ഞങ്ങൾ ഈ കൊറോണ കുറെ കണ്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും ക്യൂ ബാധകമാണ്. അതിപ്പോൾ പോലീസിന് ഒരു പ്രത്യേകതയില്ല. സാറേ, ഇവർക്ക് വെല്ല് കൂടുതലാണെന്ന് തോന്നുന്നു. സാറേ, നല്ലവരായ ആ നഴ്സും ഡോക്ടറും കൂടി ആ അങ്കിളിനെ രക്ഷിച്ചു. ആ അങ്കിൾ നല്ലവനായി. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഒരു നല്ല മിനിസ്റ്ററുമായി. യാദൃച്ഛ്യമായിട്ടാണ് അവർ കണ്ടുമുട്ടിയതെങ്കിലും പിന്നീട് അവർ ജീവിതത്തിൽ ഒരുമിച്ചു. SI നമ്മുടെ നേഴ്സിനെ കെട്ടി. അങ്ങനെ പോലീസും നേഴ്സും ഡോക്ടർ മാമനും ഡയഗ്നോസ്റ്റിക് വർക്കേഴ്സും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കൊറോണയെ ഓടിച്ചു. പക്ഷെ അമ്മ, എന്റെ ജീവിതവുമായി കഥയ്ക്ക് എന്താ ബന്ധം? അത് പറയാം. ആദ്യം പോയി നീ കഥവ് തീർക്ക്. നിന്റെ അമ്മയായിരിക്കും. അമ്മമ്മ എനിക്ക് സൂപ്പർ കഥ പറഞ്ഞു തന്നു. പക്ഷേ അമ്മമ്മ ഈ കഥയിൽ ഞാനുമായിട്ടുള്ള ബന്ധം മാത്രം എനിക്ക് പറഞ്ഞു തന്നില്ല. അമ്മൂട്ടി, അതോ നമ്മുടെ കഥയിലെ ഹീറോ ആയിരുന്ന SIയും നേഴ്സുമാണ് നിന്റെ ഈ പപ്പയും മമ്മിയും. ശരിക്കും? അപ്പയുടെ പപ്പയും മമ്മി സൂപ്പർ. വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ 2 വർഷം നമ്മൾ കടന്നുപോയത്. ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ കൈപ്പിടിയിലമർന്ന് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയപ്പോഴും സമചിത്തത കൈപിടിയാക്കി അതെല്ലാം നേരിട്ടവരാണ് നമ്മൾ. ഇന്ന് നമ്മൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ഇന്ന് നാം കാണുന്ന ശാന്തതയുടെ അരികിലും അണിയറയിലും പ്രവർത്തിച്ച ഒട്ടേറെ മനുഷ്യർ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, പോലീസുകാർ, അങ്ങനെ നിരവധി പേർ. ഈ ഭഗീരഥ പ്രയത്നത്തിനിടയിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ അക്ഷീണം പ്രവർത്തിച്ച് പൊലിഞ്ഞുപോയ ജീവനുകളുണ്ട്. കൊറോണയിൽ പൊലിഞ്ഞുപോയ സുമനസ്സുകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തട്ടെ. നന്ദി. Sana
ഇമാതിരി ഭക്തിയുടെ തരികിടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ പറ്റില്ല. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. ഓഡിറ്റോറിയം ഫ്രണ്ട്സ് അങ്ങനെ. അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്? ഈ ലോകം ഒരു ആൺ ഒരു പെണ്ണിനെ പക്ഷേ ഞാൻ കേട്ടേ മാറി. கட்டி மைய வச்சு ஸ்லோமோவில் வந்தாலே மாமா பொண்ணெல்லாம் வேணா சொன்ன பெண்ணு അടുത്ത മഴയ്ക്കും എല്ലാവരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഫൗണ്ടർ ചെയർമാൻ ചാച്ചനെ പ്രത്യേകം ഓർക്കുന്നു. ആദ്യം രാവിലെ നേരത്തെ 3 മണിക്ക് പറഞ്ഞ എല്ലാ സ്പീച്ചുകളിലും കേട്ടു. ചാച്ചൻ ഇട്ടുവെച്ച അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മുടെ കമ്പനി 1995 മുതൽ ഇന്ന് വരെ 27 വർഷം ഇതുപോലെ കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചു. 8 പേരിൽ തുടങ്ങിയ നമ്മുടെ സ്ഥാപനം വെറും 8 എംപ്ലോയീസ് ആയിട്ട് തുടങ്ങിയത് ഇന്ന് 800-ലധികം എംപ്ലോയീസ് ആയി തീർന്നു. നമ്മൾ ഇവിടെ പ്രൊഡക്ഷനും ബാക്ക് ഓഫീസും ഫീൽഡും എല്ലാം കൂടി മോർ ദാൻ 800 എംപ്ലോയീസ് ഉണ്ട്. നമുക്കിന്ന് നമ്മുടെ ഫോർമൽ ഫംഗ്ഷന് സന്നിഹിതനായിരുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ VA ജോസഫ് സാറിനോട് നന്ദി പറയുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ